മനുഷ്യൻ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിമാനായ ഒരു ജീവിയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനുഷ്യൻ നഗരങ്ങൾ നിർമ്മിച്ചു, സമുദ്രങ്ങൾ കടന്നു, ആകാശത്ത് പറന്നു, ബഹിരാകാശത്തിലേക്ക് യാത്ര ചെയ്തു. എന്നാൽ ഇന്നും മനുഷ്യന് പൂർണ്ണമായി മറികടക്കാൻ കഴിയാത്ത ഒരു സത്യം മാത്രം നിലനിൽക്കുന്നു. അതാണ് മരണം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ ഒരു അനിവാര്യമായ യാത്ര ആരംഭിക്കുന്നു. ആ യാത്രയുടെ അവസാനമാണ് മരണം അഥവാ ഡെത്ത്. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? ഇതൊരു വൈദ്യശാസ്ത്ര ചോദ്യം മാത്രമല്ല. ഇത് ശാസ്ത്രം, തത്വചിന്ത, ആത്മീയത, മനഃശാസ്ത്രം എല്ലാം സ്പർശിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. ജീവൻ എന്താണെന്ന് മനസ്സിലാക്കാതെ മരണം മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരം ഏകദേശം 37 ട്രില്യൺ കോശങ്ങൾ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ കോശവും ചെറിയൊരു ജീവ സംവിധാനമാണ്. അവയ്ക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും വിവരങ്ങൾ കൈമാറാനും സ്വയം പുതുക്കാനും കഴിയും. നമ്മൾ വളരുന്നത് കോശങ്ങളെ വിഭജിക്കുന്നതിനാലാണ്. എന്നാൽ ഓരോ കോശത്തിനും ഒരു സമയപരിധിയുണ്ട്. കോശങ്ങൾ അനന്തമായി വിഭജിക്കില്ല. ഓരോ തവണ കോശം വിഭജിക്കുമ്പോഴും നമ്മുടെ DNA അറ്റങ്ങളിലുള്ള ടെലോമിർ എന്ന ഘടകം കുറയുന്നു. ഈ ടെലോമിർ ശരീരത്തിൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് പോലെയാണ്. അത് ചെറുതാകുമ്പോൾ കോശം വീണ്ടും പുതുക്കാൻ കഴിയില്ല. ഇതാണ് ഏജിങ് എന്ന പ്രക്രിയ ആരംഭിക്കുന്നത്. ആദ്യമായി ചെറുതായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ചർമ്മം ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു, മസിലുകൾ ബലഹീനമാകുന്നു, ഓർമ്മശക്തി കുറയുന്നു, രോഗപ്രതിരോധ ശക്തി താഴുന്നു. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല. പതുക്കെ ശരീരം സമയത്തിൻ്റെ അടയാളങ്ങൾ സ്വീകരിക്കുന്നു. മരണം എന്നതൊരു സംഭവമല്ല, അതൊരു പ്രക്രിയയാണ്. മനുഷ്യ ശരീരം ഒരു വലിയ മെഷീൻ പോലെ പ്രവർത്തിക്കുന്നു. ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നു, ശ്വാസകോശം ഓക്സിജൻ നൽകുന്നു, മസ്തിഷ്കം എല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നു. ഈ 3 സംവിധാനങ്ങളിൽ ഒന്നുകൂടി സ്ഥിരമായി നിർത്തുമ്പോൾ ജീവൻ അവസാനിക്കുന്നു. അതായത് ഇതിലേതെങ്കിലും ഒന്നിന് ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ മനുഷ്യൻ തിരിച്ചു വരില്ലെന്ന് ശാസ്ത്രം പറയുന്നു. കാരണം ബോധം, ഓർമ്മ, വ്യക്തിത്വം എല്ലാം മസ്തിഷ്കത്തിലാണ് നിലനിൽക്കുന്നത്. പക്ഷേ പ്രകൃതി മനുഷ്യനെ മരിക്കാൻ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? എവല്യൂഷൻ എന്ന ആശയം ഇവിടെ പ്രധാനമാണ്. ഭൂമിയിലെ ജീവൻ മാറ്റങ്ങളിലൂടെ വളർന്ന് പഴയ ജീവികൾ മാറി പുതിയ ജീവികൾ വരണം. അല്ലെങ്കിൽ പുരോഗതി നിൽക്കും. മരണമില്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് സ്ഥലം ഉണ്ടാകില്ല. പ്രകൃതി സ്ഥിരതയല്ല, മാറ്റമാണ് തിരഞ്ഞെടുക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. മരണം മനുഷ്യന് ശത്രുവല്ല, അത് ജീവൻ്റെ ബാലൻസ് സിസ്റ്റമാണ്. ചരിത്രത്തിൽ മനുഷ്യൻ അമരത്വം തേടിയിട്ടുണ്ട്. പുരാതന രാജാക്കന്മാർ അമൃതം അന്വേഷിച്ചു. അൽക്കിമിസ്റ്റുകൾ മരണത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഇന്നത്തെ ശാസ്ത്രലോകം ആൻറ്റി ഏജിങ് ടെക്നോളജി, ജെനി എഡിറ്റിംഗ്, സ്റ്റെം സെൽ തെറാപ്പി എന്നിവ ഉപയോഗിച്ച് മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചില ശാസ്ത്രജ്ഞർ ഭാവിയിൽ മനുഷ്യൻ 120 അല്ലെങ്കിൽ 150 വർഷം ജീവിക്കാമെന്ന് പറയുന്നു. ചിലർ കോൺഷ്യസ്നസ് ഡിജിറ്റലായി സംഭരിക്കാനുള്ള ആശയവും മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഒരു സത്യം നിലനിൽക്കുന്നു: ജീവൻ ഊർജ്ജമാണ്. ശരീരം എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. എനർജി നിലനിർത്താൻ കഴിയാതാകുമ്പോൾ ജീവൻ അവസാനിക്കുന്നു. മരണസമയത്ത് ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. രക്തസമ്മർദ്ദം കുറയുന്നു, ശ്വാസം മന്ദമാകുന്നു, ബ്രെയിൻ ഓക്സിജൻ കുറയുന്നു. പലരും മരണത്തിന് സമീപം ശാന്തമായി പ്രകാശാനുഭവം ഉണ്ടായതായി പറയുന്നു. മരണത്തിൻ്റെ സമയത്ത് അങ്ങനെ പലരും അഭിപ്രായപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ് ഇതിനെ വിളിക്കുന്നത്. ആത്മീയ കാഴ്ചപ്പാടിൽ മരണം ഒരു അവസാനമല്ല. പല മതങ്ങളും ആത്മാവ് ശരീരം വിട്ട് മറ്റൊരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഹിന്ദു തത്വചിന്തയിൽ ജനന മരണ ചക്രം, ബുദ്ധമതത്തിൽ പരിവർത്തനം, ക്രിസ്തീയ വിശ്വാസത്തിൽ നിത്യജീവൻ. മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം മനുഷ്യൻ തൻ്റെ സ്വയബോധം നഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. മനുഷ്യൻ ഞാൻ എന്ന ബോധം ശക്തമാണ്. അത് അവസാനിക്കുമെന്ന് തോന്നുമ്പോൾ ഭയം ഉണ്ടാകുന്നു. എന്നാൽ വിചിത്രമായൊരു സത്യമുണ്ട്: മരണത്തെ തിരിച്ചറിയുന്ന ഒരേയൊരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യൻ അർത്ഥമുള്ള ജീവിതം തേടുന്നത്. മരണമില്ലായിരുന്നെങ്കിൽ സമയം വിലപ്പെട്ടതാകില്ലായിരുന്നു, ലക്ഷ്യങ്ങൾ ഉണ്ടാകില്ലായിരുന്നു, സ്നേഹത്തിനും ബന്ധങ്ങൾക്കും വില കുറയും. മരണം ജീവിതത്തിന് അർത്ഥം നൽകുന്നു. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ മരണത്തെ വൈകിപ്പിക്കാൻ കഴിയുന്നു. മെഡിക്കൽ സയൻസ് ആയുസ് കൂട്ടിയിരിക്കുന്നു. ഒരിക്കൽ സാധാരണമായിരുന്ന രോഗങ്ങൾ ഇന്ന് ചികിത്സിക്കപ്പെടുന്നു. എന്നാൽ മരണത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ മനുഷ്യന് ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം
ജീവൻ ഒരു യാത്രയാണ്. ഓരോ ജീവനും ഒരു തുടക്കമുണ്ട്, അതിനാൽ ഒരു അവസാനം ഉണ്ടാകും. പക്ഷേ മനുഷ്യൻ ശരീരമായി മാത്രം ജീവിക്കുന്നില്ല. മനുഷ്യൻ്റെ ചിന്തകളും ആശയങ്ങളും സ്വാധീനങ്ങളും ലോകത്ത് തുടരുന്നു. ചിലർ ശാരീരികമായി മരിച്ചാലും അവരുടെ ആശയങ്ങൾ നൂറുകണക്കിന് വർഷങ്ങളോളം ജീവിക്കുന്നു. മരണം നമ്മോടൊരു സന്ദേശം നൽകുന്നുണ്ട്. സമയം പരിമിതമാണ്, അതിനാൽ ജീവിതം മാറ്റിവെക്കരുത്. സ്വപ്നങ്ങൾ പിന്തുടരുക, സ്നേഹം പ്രകടിപ്പിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കുക എന്നുള്ളത്. ഒരു പക്ഷേ മരണത്തിൻ്റെ വലിയ രഹസ്യം ഇതാണ്. അത് അവസാനമല്ല, പ്രകൃതിയുടെ ചക്രം പൂർത്തിയാക്കുന്നതാണ്. ജനനം ആരംഭമെങ്കിൽ മരണം മാറ്റമാണ്. അതുകൊണ്ട് ഒരു ചോദ്യം മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്നതല്ല. യഥാർത്ഥ ചോദ്യം മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, ഭാവിയിലേക്ക് അവൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ മൂല്യം അതിൻ്റെ ദൈർഘ്യത്തിലല്ല, അതിൻ്റെ അർത്ഥത്തിലാണ്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്.